ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ യു കെയിലാണുള്ളത്. എൻ്റെ പേര് സ്മിത എന്നാണ്. ഞാനിവിടെ സ്റ്റുഡൻ്റായിട്ടാണ് വന്നത്. അപ്പം സ്റ്റുഡൻ്റായിട്ട് വരുന്നവർക്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ആരെയൊക്കെ കൊണ്ടുവരാൻ പറ്റും, അതെല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നൊരു കാര്യമാണ്. നമുക്ക് പേരൻസിനെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും ഇങ്ങോട്ട്? നമുക്ക് പി ആർ കിട്ടിയാൽ പേരൻസിനും പി ആർ കിട്ടുമോ? നമുക്ക് പി ആർ കിട്ടി ഇവിടെ സെറ്റിലായി കഴിഞ്ഞാൽ പേരൻസിനെയും നമ്മുടെ കൂടെ നിർത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. എൻ്റെ അമ്മ ഇപ്പോൾ 3 പ്രാവശ്യം ഇവിടെ വന്നു. എൻ്റെ ഹസ്ബൻഡ് അമ്മയെ നമ്മൾ കൊണ്ടുവരാൻ നോക്കി, പക്ഷേ ചില ഹെൽത്ത് ഇഷ്യൂസ് കാരണം അച്ഛനും അമ്മയ്ക്കും ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. നമ്മൾ ഇൻ ഫ്യൂച്ചർ ദൈവം സഹായിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവരണമെന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പി ആർ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പേരൻസിനും പി ആർ കിട്ടുമോ? നമ്മുടെ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാരൻസിനും ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടുമോ എന്ന് കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു. മാത്രമല്ല എന്നെപ്പോലെയുള്ള ഇപ്പോൾ സിംഗിൾ ചൈൽഡ് ആണെങ്കിൽ അവർക്ക് പേരൻസിനെ നാട്ടിൽ നിർത്തിയിട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ പറയട്ടെ, നമുക്ക് കിഡ്സിനെ നോക്കണമെങ്കിൽ നമ്മുടെ പാരൻസും കൂടെ വേണം. ഇപ്പോൾ പറയും എല്ലാവരും നമ്മുടെ കിഡ്സിനെ നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി നമ്മൾ പാരൻസിനെ കൊണ്ടുവരുവാണ്, അവരെ ഇവിടെ വന്നിട്ട് നമ്മുടെ വീട്ടുവേല എടുക്കുക. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. അവർക്ക് അവരുടെ പേരക്കുട്ടികളുടെ കൂടെ ജീവിക്കണ്ടേ അവർക്കും. ഇപ്പം നമ്മൾ ജോലിക്കുള്ള ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. വൺസ് നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിൽക്കുക. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ നാട്ടിലെങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ നാട്ടിൽ ജോലിക്ക് രണ്ടുപേരും അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളെ ആരായിരിക്കും നോക്കുക? ഒന്നെങ്കിൽ നഴ്സറി കൊണ്ടാക്കിയിട്ട് വൈകിട്ട് ആരായിരിക്കും വിളിച്ചുകൊണ്ട് വരാൻ പോകുന്നത്? അച്ഛനും അമ്മയായിരിക്കുമോ? ഇപ്പോൾ 10 to 4 ഒക്കെ ആണെങ്കിൽ ഓക്കെ, അച്ഛനും അമ്മയും കൊണ്ടുവരാമെന്ന് പറയാം. അതല്ല എങ്കിൽ ഗ്രാൻഡ് പേരൻസ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ ആരാണോ ഉള്ളത് അവരായിരിക്കും. അതുപോലെ ഉള്ളൂ ഇവിടെയും. എന്തിനും നെഗറ്റീവ് കണ്ടെത്തുന്നവർക്ക് അത് നെഗറ്റീവായിട്ട് തന്നെ പറയാം. ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾ ആദ്യമേ കുഞ്ഞുണ്ടാകുന്നതിന് മുൻപേ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്തായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ടും ആ സമയത്ത് അമ്മയ്ക്ക് ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ല. പിന്നെ ഫസ്റ്റ് ടൈം വന്നത് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് ഒരു 6-7 മാസം കഴിഞ്ഞിട്ടാണ് അമ്മയ്ക്ക് വരാൻ പറ്റിയത്. അതിനുശേഷം പിന്നെ 2 പ്രാവശ്യം കൂടെ അമ്മ വന്നു. അപ്പം അതെങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് വേണ്ടുന്നത് എന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഞാനിപ്പോൾ പാർക്കിലായിരിക്കുന്നത്. ഈ റണ്ണിങ് നോസും കൈയൊക്കെ നല്ല മരവിക്കുന്നത്. ഞാൻ അത്ര തണുപ്പ് വിചാരിച്ചില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ജാക്കറ്റ് ഇട്ടില്ല. പെട്ടെന്ന് ഇവിടെ തണുപ്പ് വരുന്നതും പെട്ടെന്നാണ് ഇവിടെ വെയിൽ വരുന്നതും. അപ്പോൾ ഈ ഒരു ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല തണുപ്പാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ടൈം അമ്മ വന്നപ്പോൾ ഞാൻ എൻ്റെ ജോലി തുടങ്ങിയതേ ഉള്ളായിരുന്നു. ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ജോലി തുടങ്ങിയതേ ഉള്ളായിരുന്നു. അപ്പം നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അമ്മയെ കൊണ്ടുവരാൻ പറ്റുമോ? കാരണം പേ സ്ലിപ്സ് ഒക്കെ എനിക്ക് ശമ്പളം കുറവായിരുന്നു. കാരണം കമ്പാരിറ്റീവ്ലി ഹസ്ബൻഡാണ് കൂടുതൽ ജോലിക്ക് പോകുന്നത്, ഞാൻ അധികം ഷിഫ്റ്റ് എടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്നും കൂടെ ശമ്പളം കുറവായിരുന്നു. മാത്രമല്ല നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കാൻ ആ സമയത്ത് ബാലൻസ് ഇല്ലായിരുന്നു. ഒരാൾ മാത്രം, ഹസ്ബൻഡ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളായിരുന്നു. പിന്നെ ഞാൻ കുഞ്ഞായി കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ട് പിന്നെയാണ് പതുക്കെ വർക്കിന് പോയി തുടങ്ങിയതും. അപ്പോൾ നമുക്കധികം വലിയ സേവിങ്സ് ഒന്നും നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കാനില്ലായിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഡൗട്ടായിരുന്നു, അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ പിന്നെ ഇനി എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ. അപ്പോൾ നമ്മൾ അതിന് പകരം നമ്മുടെ നാട്ടിലെ അക്കൗണ്ടിലെ പൈസയാണ് ആ ടൈമിൽ കാണിച്ചിരുന്നത്. പിന്നെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്കിലെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നാട്ടിലായിരുന്നു കാണിച്ചിരുന്നത്. ഇവിടുത്തെ പേ സ്ലിപ്പും വെച്ചു, എൻ്റെ എംപ്ലോയറിൻ്റെ ലെറ്ററും വെച്ചു, ഹസ്ബൻഡിൻ്റെ പേ സ്ലിപ്പും വെച്ചു, ഹസ്ബൻഡിൻ്റെ എംപ്ലോയർ ലെറ്ററും വെച്ചു. നമുക്കൊരു ഒരു ധൈര്യത്തിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്തത്. നമുക്ക് റിജക്റ്റ് ആവുമോ ഫസ്റ്റ് ടൈം അല്ലേ എന്നൊക്കെ ഉള്ളൊരു ധൈര്യത്തിന് വേണ്ടിയായിരുന്നു ഇത് ചെയ്തത്. സെക്കൻഡ് ടൈമും തേർഡ് ടൈമും സാധാരണ നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ മാത്രമേ കീപ്പ് ചെയ്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ പൈസയൊന്നും നാട്ടിലൊന്നും കാണിച്ചൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് നോക്കാം. എംപ്ലോയ്മെൻറ്റ് ലെറ്റർ വേണം. ഇതൊക്കെ ഞാൻ പറയട്ടെ, നമുക്കിതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല ഡോക്യുമെൻറ്റ്സ്. പക്ഷേ ഡോക്യുമെൻറ്റ്സ് വേണം, ഡോക്യുമെൻറ്റ്സ് നിർബന്ധമുള്ളതല്ല എന്നല്ല. ഈ എംപ്ലോയ്മെൻറ്റ് ലെറ്ററൊക്കെ നമുക്ക് ഓർ എന്ന കാറ്റഗറിയിൽ വരുത്താവുന്നത്. എല്ലാ ഡോക്യുമെൻറ്റ്സും പക്കയാണെങ്കിൽ റിജക്ഷൻ നമുക്ക് ചാൻസ് കുറവായിരിക്കും. ഒരു 50% ഇപ്പം വിസ റിഫ്യൂസൽ വരുന്നുണ്ട് വിസിറ്റിംഗ് വിസയിൽ. കാരണം ആൾക്കാർ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് അത് മിസ്യൂസ് ചെയ്യുക, ഇവിടെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയും, അല്ലെങ്കിൽ ഇവിടെ വിസിറ്റിംഗ് വിസയിൽ വന്നാൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് വെളിയിൽ പോവാതെ ക്യാഷ് ഇൻ ഹാൻഡും ഇല്ലീഗൽ ജോബൊക്കെ ചെയ്ത് ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഇവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇവിടുത്തെ ലോസിലെ ലൂപ്പ് ഹോൾസ് ഒക്കെ കൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് വൺസ് ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു വിടാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ടും ഇല്ലീഗലായിട്ട് നിൽക്കുന്നത് കൊണ്ടും അവർ ഭയങ്കര ചെക്കിംഗ് ഉണ്ട് വിസിറ്റിംഗ് വിസ കാറ്റഗറിയിൽ. അപ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റിംഗ് വിസയിൽ അവർ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ തിരിച്ചു പോകണം, നാട്ടിൽ തിരിച്ച് അവർ എത്തിയിരിക്കും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിൽ എപ്പോഴും കാണണം. അതായിരിക്കണം മുന്നിൽ നിൽക്കുന്നത്. അവർ നമ്മളെ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വന്നു, 6 മന്ത്സിന് ശേഷം അവരവരെ നമുക്ക് അലൗഡ് ആയിട്ടുള്ളത് 180 days ആണ്. ആ ഡേയ്സിനുള്ളിൽ നമ്മൾ തിരിച്ചു പോകുമെന്ന് തന്നെ കാണിച്ചിരിക്കണം. അത് എംപ്ലോയ്മെൻറ്റ് ലെറ്റർ. അപ്പം ആരുടെയാണോ പിന്നെ ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ ആരുടെയാണോ പേരൻസ് വരുന്നത്, 2 പേരുടെയും വെക്കുന്നത് ഉചിതമായിരിക്കും. ഇപ്പോൾ 2 പേർക്കും ഇല്ലെങ്കിൽ ഒരാളുടെ ലെറ്റർ വെച്ചാലും മതി. പിന്നെ ഉള്ളത് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഏജൻസികളൊക്കെ പറയുന്നത് 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എങ്കിലും വെക്കണമെന്ന്. ഈ വിസിറ്റിംഗ് വിസ പ്രോസസ്സൊക്കെ നമുക്ക് തന്നെ ചെയ്യാം, പക്ഷേ ടൈം ഇല്ലെങ്കിൽ നമുക്ക് ഏജൻസിയിൽ കൊടുക്കുകയും ചെയ്യാം. ആദ്യത്തെ 1 വട്ടം നമ്മൾ തന്നെയാണ് ചെയ്തത്, 2 വട്ടം പിന്നെ ഏജൻസിയാണ് ചെയ്തത്. അപ്പം
എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ, നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒരു 3 മാസത്തെ തന്നെ രണ്ടുപേരുടെയും വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം ബാലൻസ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതല്ല ഒരാളുടെ വെക്കുന്നുള്ളെങ്കിൽ ഓക്കെ, അതായാലും മതി. ഒരു 3 മന്ത്സ് എങ്കിലും വെച്ചിട്ട് ഒരു 1 മന്ത് ലാസ്റ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ കുറച്ച് ഏറെ പൈസ കാണിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി നല്ലതായിരിക്കും. കാരണം ഒരു 1 lakhോ $1,000 poundsോ ഒക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരിയും കൂടെ നല്ലതായിരിക്കും. നമ്മളെപ്പോഴും നമ്മുടെ പ്രൊഫൈൽ സ്ട്രോങ് ആക്കാനാണ് നോക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു എത്ര പൈസ അവർ പറയുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പൈസയുടെ ഒന്നും അവർ പറയുന്നില്ല. ഇത്ര പൈസ നമ്മൾ കീപ്പ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല ഈ വിസിറ്റിംഗ് വിസയിൽ. പക്ഷേ നമ്മൾ സ്കിൽഡ് വർക്കർ വിസയിലോ സ്റ്റുഡൻറ്റ് വിസയിലോ ഒക്കെ നമുക്ക് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഈ ഒരു ഇതിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു വെക്കുന്നത് നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് വെക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഉള്ളത് നമ്മുടെ എല്ലാത്തിൻ്റെയും സോഴ്സ് വേണം. നമ്മളിപ്പോൾ അങ്ങോട്ട് അയക്കുന്നതായാലും ഇങ്ങോട്ട് അയക്കുന്നതായാലും നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന എല്ലാത്തിനും ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കിവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഒട്ടുമിക്ക അക്കൗണ്ടിലും എങ്ങനെയാണ് പൈസ വരുന്നതെന്നും ഏതാണെന്നൊക്കെ അതിൽ സ്പെസിഫൈ ചെയ്തിരിക്കും. എങ്കിലും അതിൻ്റെ എല്ലാം സോഴ്സ് വെക്കുന്നത് നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് നമ്മുടെ കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ സ്പോൺസർഷിപ്പിലുള്ളവരൊക്കെ ആകുമ്പോൾ COS വെച്ചാൽ മതി. ഇപ്പോൾ ഒരാളുടെ COSും ഒരാളുടെ കോൺട്രാക്റ്റും വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അത് ഇത്രയും കഴിഞ്ഞു. ഇനി അടുത്തത് ഇൻവിറ്റേഷൻ ലെറ്റർ. നമ്മൾ അവരെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നതായിട്ടൊരു ലെറ്റർ വെക്കുക. അത് ഞങ്ങൾ ആദ്യം ചെയ്തപ്പോൾ ഞാനത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ചെയ്തത്. എൻ്റെ ഹസ്ബൻഡായിരുന്നു ആ ടൈമിൽ വെച്ചത്. നമ്മൾ അങ്ങനെയായിരുന്നു ചെയ്തത്. ബാക്കി 2 വട്ടവും ഏജൻസി തന്നെയായിരുന്നു ചെയ്തത്. നമുക്കത് നമ്മൾ 2 പേരും വർക്കിംഗ് ആയിരുന്നതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തു. അപ്പോൾ ഇൻവിറ്റേഷൻ ലെറ്റർ. പിന്നെ നമ്മുടെ കോൺട്രാക്റ്റ് വേണമെങ്കിൽ വെക്കാം. ആദ്യത്തെ വട്ടം ഞങ്ങൾ വെച്ചായിരുന്നു. അപ്പം കോൺട്രാക്റ്റ് വെക്കുന്നതെങ്കിൽ നല്ലതായിരിക്കും. ആ കോൺട്രാക്റ്റിൽ നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് അവിടത്തേക്കാണ് അമ്മയെ കൊണ്ടിരുന്നതെന്നൊക്കെ വെക്കാം. പിന്നെ ആ ഇൻവിറ്റേഷൻ ലെറ്ററിൽ നമ്മളാണ് അമ്മയുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്രയും പൈസയുണ്ട്, അമ്മയ്ക്ക് തന്നെ അമ്മയെ ലുക്ക് ആഫ്റ്റർ ചെയ്യാനായിട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് തന്നെ. പിന്നെ പാസ്പോർട്ട് BRP പാസ്പോർട്ട് എന്തായാലും ഒരു 6 months വാലിഡിറ്റി നമ്മുടെ ഇതിലും വേണം, അവരുടെ ഇതിലും വേണം. അവരുടേത് ഞാൻ വേറെ പറയാം. അടുത്ത BRP കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളത് അവരുടെ ഡോക്യുമെൻറ്റ്സ്. ഇപ്പോൾ അവർ എപ്പോഴും അച്ഛനമ്മ വർക്കിംഗ് ആയിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. അതിൻ്റെ സോഴ്സസും അതിൻ്റെ ടാക്സസും ഒക്കെ കാണിക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അവർ നാട്ടിൽ തിരിച്ചു പോകുമെന്നുള്ളത്. പിന്നെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ട്, മക്കൾ നമ്മളല്ലാതെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ നാട്ടിൽ തിരിച്ചു പോകുന്ന കാണിക്കുവാണെങ്കിൽ അത് നല്ല അവർ നാട്ടിൽ തിരിച്ചു പോകുമല്ലോ എന്നുള്ളൊരു ഇത് വരും. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒറ്റ മോളായതുകൊണ്ട് അങ്ങനെ വെക്കാൻ പറ്റത്തില്ല. പക്ഷേ അമ്മയ്ക്ക് നാട്ടിൽ ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ട് അമ്മയ്ക്ക് ആ സമയത്ത് അമ്മയ്ക്ക് ജോലിയിലും ഉണ്ടായിരുന്നു, പെൻഷൻ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അമ്മ അതിൻ്റെ ആ ലെറ്റേഴ്സും കാര്യങ്ങളും പിന്നെ നോൺ വയബിലിറ്റി സർട്ടിഫിക്കറ്റും അതും ഇതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചു. എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അമ്മയുടെ ഡോക്യുമെൻറ്റ്സ് എനിക്ക് പേര് പറയാൻ അറിഞ്ഞൂടാ. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിനാണെങ്കിൽ അതൊക്കെ അറിയാമല്ലോ. ബിസിനസ്സാണ് നടത്തുന്നതെങ്കിൽ അവർക്ക് അതിൻ്റെ ടാക്സും കാര്യങ്ങളും ബിസിനസ്സിൻ്റെ സോഴ്സസും കാര്യങ്ങളും ഒക്കെ വെക്കാം. ായിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അമ്മയുടെ അക്കൗണ്ടിലും അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ കിടക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു 50,000 രൂപയിൽ കൂടുതൽ കിടക്കുവാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. ഒരു 6 മാസത്തെ ഗ്യാപ്പിലൊക്കെ കിടക്കുവാണെങ്കിൽ ഇച്ചിരിയും കൂടെ സ്ട്രോങ് ആയിരിക്കും. നമ്മൾ പൈസയുടെ നമ്മൾ കാണിക്കുന്നത് നമുക്ക് നാട്ടിൽ പോയാലും അവർ നാട്ടിൽ പോകും. അവരിവിടെ നിന്നാലും ഗവൺമെൻറ് അവരെ ഏറ്റെടുക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോവില്ല. അവർ തന്നെ അവരുടെ കാര്യം നോക്കിക്കോളാനുള്ള പൈസ അവരുടെ കയ്യിലുണ്ട് എന്നൊക്കെ ഉള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പം പെട്ടെന്നൊരു ദിവസം നമ്മളിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പൈസ ഇടുക, അവരുടെ അക്കൗണ്ടിൽ 6 മാസത്തേക്ക് ഇടുവാണെങ്കിൽ അതിൻ്റെ ചോദ്യം വരും. നമ്മൾ ഇവിടുന്ന് പൈസ ഇട്ട് കൊടുത്തിട്ടാണോ അവരിങ്ങോട്ട് വരുന്നത്? അപ്പോൾ അവരിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ഇവിടെ ഇരിക്കുമല്ലോ, അവർ പോകില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പം അങ്ങനെ പൈസ ഇടാതെ പിന്നെ നിങ്ങൾ പൈസ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുമിച്ച് പൈസ ഇടാതെ അങ്ങനെ എന്തെങ്കിലും നോക്കി വേണം ചെയ്യാൻ. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ പുതിയൊരു അക്കൗണ്ടിൽ പുതിയൊരു ട്രാൻസാക്ഷൻ ആവരുത്. പുതിയൊരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ ഇട്ടിട്ട് 6 മാസം കീപ്പ് ചെയ്ത് അങ്ങനെ കാണിക്കരുത്. കുറച്ച് ട്രാൻസാക്ഷനുള്ള അക്കൗണ്ട് ആയിരിക്കണം. നമ്മളിപ്പോൾ അമ്മയെ കൊണ്ടുവരാൻ ഓൾറെഡി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് പറയണം അക്കൗണ്ട് വഴി കുറച്ച് സാധനം മേടിക്കുക, പൈസ ഇടുക, അങ്ങനെ ട്രാൻസാക്ഷൻ നടത്തുകയൊക്കെ ചെയ്യണമെന്ന് ഒന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അഫിഡവിറ്റ് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പം നാട്ടിൽ അപ്പം എക്സാമ്പിളായിട്ട് അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല, ഇപ്പം അമ്മ ജോലിയൊന്നും ചെയ്യുന്നില്ല, വീട്ടിൽ ഇരിക്കുക, അല്ലെങ്കിൽ അച്ഛൻ ജോലിയൊന്നും ചെയ്യുന്നില്ല, വീട്ടിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിരിക്കുകയാണെങ്കിൽ ഒരു അഫിഡവിറ്റ് വെച്ചാൽ നല്ലതായിരിക്കും. അഫിഡവിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഗോൾഡ് ഉണ്ട്, നമുക്ക് ഇത്ര വസ്തു ഉണ്ട്, നമുക്ക് അതിൻ്റെ പൈസയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എനിക്ക് നാട്ടിൽ തിരിച്ചു പോയിട്ട് എൻ്റെ ഈ വസ്തുവും കാര്യങ്ങളും കൃഷിയൊക്കെ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് കാണിച്ചാലും കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പം അത് അഫിഡവിറ്റ് തയ്യാറാക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു വക്കീലിനെയും കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതങ്ങനെ ചെയ്തു തരും. അത് പാസ്പോർട്ട് അതൊരു 6 months വാലിഡിറ്റി എങ്കിലും വേണം. പിന്നെ ഉള്ളത് അവർ ഏതെങ്കിലും ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി, പിന്നെ അതുപോലെ അവർക്ക് എവിടെയെങ്കിലും വിസ റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി. പിന്നെ അതിനുശേഷം പിന്നെ ഉള്ളത് ഒരു ഇൻഷുറൻസ് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഒരു ട്രാവൽ ഇൻഷുറൻസ് ഞാൻ അമ്മയുടെ കൊണ്ടുവന്നപ്പോൾ 2 വട്ടം വന്നപ്പോഴും ട്രാവൽ ഇൻഷുറൻസ് എടുത്തില്ല. പിന്നെ ദൈവസഹായം കൊണ്ട് ഇപ്പോഴും ഇതുവരെയും നമുക്കൊരു
പ്രശ്നം വന്നിട്ടില്ല. അങ്ങനെ വരാതിരിക്കട്ടെ ദൈവമേ. എപ്പോഴും ഈ ഒരു കാലാവസ്ഥയൊക്കെ വരുമ്പോൾ അമ്മയ്ക്ക് വയ്യാണ്ടൊക്കെ വരാറുണ്ട്. പക്ഷേ അധികം വെളിയിലോട്ടൊന്നും ഇറങ്ങാത്തത് കൊണ്ടും കാലാവസ്ഥയുടെ പ്രശ്നങ്ങളേ ഉള്ളൂ, അല്ലാതെ ദൈവം സഹായിച്ച് ഇതുവരെ ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പം വരാതിരിക്കാനായിട്ട് നമ്മളൊരു ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ NHS ഭയങ്കര ചികിത്സ കൂടുതലായിരിക്കും. പിന്നെ ഇവിടെ വന്നിട്ട് GP രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മിക്ക GPകളും വിസിറ്റിംഗ് വിസയിലാണെങ്കിൽ GP രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. ചില GPs അക്കോമഡേറ്റ് ചെയ്യും. എന്നിട്ട് ഈ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ചില ഇൻഷുറൻസും ട്രാവൽ ഇൻഷുറൻസ് നോക്കുമ്പം ഇവിടെയും കൂടെ കവർ ചെയ്യുന്നത്, ട്രാവൽ മാത്രമല്ല നമ്മൾ ഇവിടത്തെ കൂടെ കവർ ചെയ്യുന്ന ഇൻഷുറൻസ് നോക്കിയെടുക്കുക. പിന്നെ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റൽസ് അവർ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഒരു ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഈ നമ്മുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ഇല്ല എങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് പിന്നെ ചെല്ലുമ്പോൾ അവിടെ ആ ഒരു ഹോസ്പിറ്റൽ അതിൻ്റെ അണ്ടർ കവറിൽ വരുന്നില്ല എങ്കിൽ പിന്നെ നമ്മളത് പേ ചെയ്യേണ്ടി വരും. ഇവിടുത്തെ ബില്ലൊക്കെ ഭയങ്കരമാണ്. 1000 പൗണ്ടും 1500 2000 ഒക്കെ പോകും. അതായത് നമ്മുടെ നാട്ടിൽ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ വരും, ചുമ്മാ ബില്ലിങ് അടിച്ചു തരും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ജോലി ചെയ്യുന്ന പേരൻസ് ആണെങ്കിൽ അവരുടെ ലീവ് സാങ്ഷൻ ലെറ്ററും അവർ ഇങ്ങോട്ട് വരുന്ന ലെറ്ററും പിന്നെ അവരുടെ എംപ്ലോയിയുടെ ലെറ്ററും ഉണ്ടെങ്കിൽ അതും കൂടെ അതൊക്കെ വെക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് അതെല്ലാം പക്കയായിരിക്കണം. മാക്സിമം ഫേക്ക് ആയിട്ട് വെക്കാതിരിക്കുക. വെച്ച് കഴിഞ്ഞാൽ വിസ റിഫ്യൂസൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പാടായിരിക്കും. പിന്നെ ഫസ്റ്റ് ടൈം വിസ റിഫ്യൂസൽ വന്നു എന്നാലും ആ കേസ് ഫയൽ നോക്കുന്ന ആളുടെ ആ ഒരു ടൈമിൽ ഇതുപോലെ ഇരിക്കും നമുക്ക് വിസ കിട്ടുന്നത്. ഇപ്പോൾ അയാൾക്ക് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മളത് മീറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ അയാൾക്ക് തോന്നുന്നില്ല നമ്മൾ നാട്ടിൽ തിരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് വിസ റിജക്ഷൻ വരാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ വിസ റിജക്ഷൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് വീണ്ടും വെക്കാം. അതെന്താണോ അത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വീണ്ടും വെക്കാവുന്നതാണ്. ബാൻ കിട്ടാതെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും അത് ക്ലിയർ ചെയ്ത് വിസയ്ക്ക് നമുക്ക് വെക്കാവുന്നതാണ്. വന്നിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ട് തിരിച്ചു പോകണമെന്ന് 180 ഡേയ്സിന് ഉള്ളിൽ തിരിച്ചു പോകുക. 180 ഡേയ്സ് കഴിഞ്ഞ് നിൽക്കരുത്. കറക്റ്റ് 180 ഡേയ്സും എടുക്കാതെ ഇരിക്കാനാണ് ശ്രമിക്കേണ്ടത്. കാരണം ഇവർ പറയുന്നത് വിത്തിൻ 180 ഡേയ്സ് ആണ് പറയുന്നത്. കുറച്ച് നേരത്തെ പോകുന്നതായിരിക്കും നല്ലത്. എൻ്റെ അമ്മ ഇവിടെ വന്നിട്ട് ആദ്യത്തെ പ്രാവശ്യം 4 മാസം നിന്നുള്ളൂ, രണ്ടാമത്തെ പ്രാവശ്യം 5 മാസം നിന്നുള്ളൂ. അപ്പം അത്രയും അങ്ങനെ അത്രയും കുറവ് നിന്നില്ലെങ്കിൽ പോലും ഒരാഴ്ചയെങ്കിലും ഇടവിട്ട് നിൽക്കുന്നതായിരിക്കും. അത് 2 ആഴ്ചയെങ്കിലും തള്ളിയോ അല്ലെങ്കിൽ 2 ആഴ്ച നേരത്തെയോ പോകുന്നതായിരിക്കും നല്ലത്. അതിൽ കൂടുതൽ ഒരിക്കലും 180 ഡേയ്സിൽ കൂടുതൽ നിൽക്കരുത്. അവർ 180 ഡേയ്സ് പറയുന്നുണ്ടെങ്കിൽ എക്സാക്റ്റ് 180 ഡേയ്സ് നിൽക്കാതിരിക്കുക. കാരണം ചിലപ്പം ഇമിഗ്രേഷനിൽ നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അപ്പോൾ ഇമിഗ്രേഷൻ അഡ്വൈസർ ചോദിക്കും നിങ്ങൾ 180 ഡേയ്സ് നിന്ന്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുക. തെറ്റായിട്ട് 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസമൊക്കെ കയറി വരാമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. വീണ്ടും വിസയ്ക്ക് വെക്കാവുന്നതും ചോദിക്കുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ വെക്കുന്നത് ചിലവർക്ക് അങ്ങനെ ലക്കിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷേ അത് വീണ്ടും വെക്കുമ്പോൾ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ഒരു മിനിമം 3 months എങ്കിലും കഴിഞ്ഞിട്ട് അടുത്ത വിസയ്ക്ക് വെക്കാനോ അല്ലെങ്കിൽ അടുത്ത ഇങ്ങോട്ട് കയറി വരാനോ നോക്കാവുള്ളൂ. പിന്നെ എൻ്റെ അമ്മ എടുത്തിരിക്കുന്നത് 6 months വിസയാണ്. നിങ്ങൾക്ക് ഫസ്റ്റിൽ എടുക്കുമ്പോൾ 6 months വിസ എടുക്കുന്നതായിരിക്കും നല്ലത്. ഫസ്റ്റ് 6 months ഉണ്ട്, 2 year ഉണ്ട്, 5 year ഉണ്ട്, 10 year ഉണ്ട്. അപ്പോൾ വിസ ആപ്ലിക്കേഷൻ ഫീസ് ഡിഫറൻ്റ് ആണ്. അത് ഗവൺമെൻറ് സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് ടൈം വരുന്നത് 6 months വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. വിസ റിജക്ഷൻ ചാൻസ് കുറവായിരിക്കും. പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിങ്ങിലാണ് പോയത്, എല്ലാം കറക്റ്റായിരുന്നു എങ്കിൽ പിന്നെ നെക്സ്റ്റ് ടൈം വെക്കുമ്പം 2 year 5 year ഒക്കെ വെക്കാം കേട്ടോ. പിന്നെ എന്ത് വെച്ചാലും ഈ 180 ഡേയ്സ് കഴിയും. 180 ഡേയ്സ് നമുക്കിവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് അടിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 3 months ഒക്കെ കഴിഞ്ഞ് വരുന്നതായിരിക്കും നമുക്ക് ഉചിതം. എൻ്റെ അമ്മയാണെങ്കിൽ 6 months കഴിഞ്ഞിട്ടാണ് അടുത്തത് വെച്ചത്. അടുത്തത് 6 months കഴിഞ്ഞിട്ടാണ് പിന്നെയും വന്നത്. അപ്പം ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട്. ഇത്രയും സ്പീഡിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പ്. എനിക്ക് ജാക്കറ്റും കൂടി ഇല്ലാത്തത് കൊണ്ട് ഇനി ഇവിടെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കൈയൊക്കെ തണുത്ത് മരവിച്ചു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.